ഓക്കെ, നമസ്കാരം. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ആഴ്ചയാണ്. 11ാമത്തെ ദിവസം, 16/9/2024. യു.എസ് ടൈം 9:29. നാട്ടിലെ ടൈം, നമ്മുടെ ടൈം 6:59. സോ മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി 30 സെക്കൻഡ് കൂടെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ പ്രോഫിറ്റബിളായിട്ടാണ് പോയത്. സോ ഈ ആഴ്ച നമുക്ക് ഇന്ന് തുടങ്ങുവാണ്. സ്റ്റാർട്ട്. 3 സെക്കൻഡ്, 2 സെക്കൻഡ് കൂടെ, 1 സെക്കൻഡ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ. നമ്മൾ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലേക്ക് പോകാം. എക്സോയം ഒരു നല്ല ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ്, പക്ഷേങ്കിൽ ഒരു 15 മിനിറ്റ് 200 MA ആണ്. സോ അതുകൊണ്ട് ഞാനത് നല്ലൊരു മൂവ്മെൻ്റ് ആണ്. 15 മിനിറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അത് അവോയ്ഡ് ചെയ്യുവാണ്. ആ ഒറ്റ റീസൺ കൊണ്ടാണ്. ബാക്കി എല്ലാ ടൈം ഫ്രെയിമിലും നല്ലൊരു മൂവ്മെൻ്റ് ആണ് തരുന്നത്. എസ്പെഷ്യലി തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച. തിങ്കളാഴ്ച നമ്മൾ 2 ദിവസത്തെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വരുന്നതാണ് മാർക്കറ്റിൽ. സോ കുറച്ച് എന്താ പറയുക, അഗ്രസീവായിട്ട് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ട്രിഗർ ആയിട്ടുണ്ട് ഇവിടെ. LVS ഒരു 15 മിനിറ്റ് റെസിസ്റ്റൻസിലേക്കാണ് ട്രിഗർ ആയത്. പക്ഷെ ഒരു എൻട്രി നമുക്ക് അവിടെ പ്രോപ്പറായിട്ട് റിസ്ക് വെക്കാൻ പറ്റിയൊരു എൻട്രി 2 മിനിറ്റിൽ നമുക്ക് ഉണ്ട്. ബട്ട് ലോ 23. നമുക്ക് 5 മിനിറ്റ് നോക്കാം. അതെ, 15 മിനിറ്റിൽ ഒരു റിജക്ഷൻ ഞാൻ ഇതുപോലെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് എൻട്രി എടുക്കാഞ്ഞത്. 44, 38. 5 മിനിറ്റ് ട്രിഗർ ആകുന്നുണ്ട്. നമ്മൾ എൻട്രി ഇട്ടു, പക്ഷെങ്കിൽ ഇത് ട്രിഗർ ആയിട്ടില്ല. ഓക്കെ, ക്യാൻസൽ. എൽവേസ് ഞാൻ നമ്മുടെ എൻട്രി നമ്മൾ ഉദ്ദേശിച്ച പ്രൈസ് ട്രിഗർ ആയില്ല. ഓക്കെ, കമ്മിങ് ബാക്ക്. നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിൽ നമുക്ക് ട്രിഗർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ അതൊരു പിന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ. അതേസമയം നമ്മൾ ഉദ്ദേശിച്ച പ്രൈസിൽ ട്രിഗർ ആയിട്ടുണ്ട്, പിന്നെ മാർക്കറ്റ് തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമ്മുടെ പൊസിഷൻ സൈസ് കുറയ്ക്കാൻ പറ്റും. അതിനുള്ളൊരു സമയം സാവകാശം നമുക്ക് ലഭിക്കും. പക്ഷെങ്കിൽ നമ്മൾ പ്രൈസ് മുകളിൽ പോയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുകളിൽ പോയിട്ട് നമ്മൾ ബൈ ചെയ്യാൻ ശ്രമിച്ചാൽ റിസ്ക് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് ക്യാൻസൽ ചെയ്തത്. മാർക്ക് അതൊരു 15 മിനിറ്റ് റെസിസ്റ്റൻസിലാണ്. ടു മിനിറ്റ് എൻട്രിയാണ് ട്രിഗർ ആകാൻ പോകുന്നത്. ഹൈ 47.
ഇതൊരു ബൈസെറ്റപ്പ് ഉണ്ട് ഇവിടെ, പക്ഷേങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് റെസിസ്റ്റൻസിലേക്കാണ് ബൈസെറ്റപ്പ് പോകുന്നത്. സോ അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്യുന്നു. ഇതും സെയിം ആണ്, റെസിസ്റ്റൻസിലേക്കാണ് ബൈസെറ്റപ്പ് ട്രിഗറാണ്. 98.75 ഒരു റിവേഴ്സൽ പ്രതീക്ഷിക്കാം. സോ 98.75 ഒക്കെ ഒരു സപ്പോർട്ട് സോണാണ്. ഇവിടെ നമുക്കൊരു 5 മിനിറ്റ് 8 MA കൂടെ വരുന്നുണ്ട്. അഡ്വാൻസ് എൻട്രി 2 മിനിറ്റ് 1 മിനിറ്റ് ചാർട്ടിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നോക്കട്ടെ, അവിടെ നിന്ന് റിജക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ സെറ്റപ്പ് ട്രൈ ചെയ്യാവുന്നതാണ്. എൻട്രി ബാറിലോ 91. ട്രിഗറായിട്ടുണ്ട്. ഒന്നേ ട്രിഗറായിട്ടുള്ളൂ. എൻട്രി ബാർ ലോ തന്നെയാണ് നമ്മുടെ റിസ്ക്. എൻട്രി ബാർ ലോ തന്നെയാണ് റിസ്ക്, ടൈറ്റ് റിസ്ക് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. 89, 99, 10 സെൻട്രസ് 99, 2 99, 12 ആകുമ്പോഴത്തേക്കും നമുക്ക് 1 to 1 ആവും. ഓക്കെ, ഓൾമോസ്റ്റ് 1 to 1. ഞാൻ 99 ബ്രേക്ക് ഈവനിൽ പോവാണ്. 11 1 2 99 22 ആകുമ്പോൾ 2 to 1 ആവും. 15 1 to 1 മേളിൽ പോയി. സോ ഓക്കെ, 2 to 1 ആയി. ഞാൻ ഈ 2 മിനിറ്റ് ബാറിൻ്റെ ലോ ട്രയൽ ചെയ്യുവാണ്. ഓക്കെ, നമ്മൾ ഹാഫ് സെല് ചെയ്തു. ഹാഫ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഈ 2 മിനിറ്റ് ബാറിൻ്റെ ലോ നമ്മൾ ട്രയൽ ചെയ്യുവാണ്. പകുതി നമ്മൾ എടുത്തു. 2 to 1 നമ്മൾ പകുതി എടുത്തു. 9,000 നമ്മൾ 99 1-ലായിരുന്നു. 99 10 11 ആകുമ്പോൾ നമുക്ക് 1 to 1. 21 ആകുമ്പോൾ ഇപ്പം 31 ആകുമ്പോൾ 3 to 1 ആവും. സോ 3 to 1 ആയിട്ടുണ്ട്. 41 ആകുമ്പോൾ 4 to 1 ആവും. സോ അപ്പോൾ ഞാൻ ട്രയൽ ചെയ്യുന്നത് ഒരു 1 മിനിറ്റ് ബാറാണ്. സോ ഐ എം ഓൾമോസ്റ്റ് 4 to 1. അപ്പോൾ ഞാൻ ഈ ഒരു ബാറിൻ്റെ ലോ ആണ്. ഓക്കെ, ഐ എം ഔട്ട് ഫ്രം ദ ട്രേഡ്. നമുക്ക് ആൾമോസ്റ്റ് 4 to 1 ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രേഡിൽ നിന്ന് ഔട്ട്. ആ ഒരു 1 മിനിറ്റ് ബാർ ടൈറ്റായിട്ട് ഞാൻ ട്രയൽ ചെയ്തതാണ്. ഓൾമോസ്റ്റ് നമുക്ക്
ഒരു 4-1 പോയി, ഇനിയും പോയാൽ പക്ഷെങ്കിൽ ഈ ഒരു 15-minute ക്യാൻഡിലല്ലേ അതൊരു ടോപ്പിംഗ് ടെയിൽ ബാറാണ്. ഒരു ഞാൻ അതിൻ്റെ മൊത്തം അതിനെ മുഴുവനായിട്ട് ഈ ഗ്രീൻ ക്യാൻ ഇല്ലാതാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-1 3-1 ഉദ്ദേശിച്ചുള്ളൂ നമ്മുടെ ടാർഗറ്റ്. പക്ഷെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കിട്ടി, പിന്നെ ഞാൻ ഗ്രീഡ് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പ്രോഫിറ്റ് ഫുള്ള് ബുക്ക് ചെയ്തു. ഓക്കെ, ഈ 15-minute ടോപ്പിംഗ് ടെയിൽ ബാറാണ് അതിന് ഒരു റീസൺ. സോ MS മോർഗൻ സ്റ്റാൻലി നമുക്കിന്ന് 124 ആദ്യത്തെ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ടാണ് പോയത്. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ നമുക്കൊരു എൻ്റെ ഈ സെയിം എൻട്രി ബാറിൻ്റെ ലോ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒറ്റ ബാറിൽ തന്നെ 4-1 കിട്ടിയെന്നുള്ളത്. ഈ ഒരു എൻട്രി 5-minute ബാറിൻ്റെ ലോ തന്നെയായിരുന്നു നമ്മുടെ സ്റ്റോപ്പ്. അതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ 91, നമുക്ക് 98-91 ട്രിഗർ ആയത് നമുക്ക് 91-1 അല്ലേ, അതായത് 10 cent റിസ്കിൽ, 10 cent റിസ്കിലാണ്. നൈസ് ട്രേഡ്. MRK നമ്മൾ ഈ ട്രേഡ് എടുക്കാഞ്ഞതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഈ ട്രേഡ് വർക്കായി, ഇത് നമുക്കൊരു ബൈസെറ്റപ്പ് ആയിരുന്നു ഇവിടെ ട്രിഗർ ആകുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു 15-minute റെസിസ്റ്റൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ആ ട്രേഡ് അവോയ്ഡ് ചെയ്തു. ഓക്കെ, പക്ഷേ അത് വർക്കൗട്ടായി, സാരമില്ല. പക്ഷേങ്കിൽ നമ്മുടെ റൂൾ പ്രകാരം നമ്മൾ ട്രേഡ് ചെയ്യുക. വർക്കൗട്ടായി ഇല്ല എന്നുള്ളതല്ല, നമ്മൾ റെസിസ്റ്റൻസിലേക്ക് ബൈ ചെയ്യാറില്ല, സപ്പോർട്ടിലേക്ക് സെല് ചെയ്യാറുമില്ല. സോ അത് നമ്മുടെ റൂളാണ്. അത് വർക്കായെന്ന് വെച്ച് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് അവർ റൂൾ. നമ്മൾ സിസ്കോ നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് നമ്മൾ നോക്കിയില്ലായിരുന്നു. ഓണാഘോഷം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് വെളിയിൽ സൗണ്ട് കേൾക്കാമെന്ന് തോന്നുന്നു. ആർപ്പോയോ ഓണാഘോഷത്തിൻ്റെ ബാക്കിയാണ് അവിടെ വെളിയിൽ. സോ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡ് കുറച്ച് സ്റ്റില്ലായിരിക്കണം. സോ അങ്ങനെ ഒരു കണ്ടീഷനല്ല വെള്ളിയാഴ്ച നമ്മൾ ട്രേഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നിങ്ങൾ കണ്ടു അന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞു അത് അത്ര ഒരു മൈൻഡ്. ഇന്ന് കുഴപ്പമില്ല. ഇന്ന് ഞാൻ എല്ലാ പരിപാടികളും അവോയ്ഡ് ചെയ്തിട്ട് നേരത്തെ ഇരുന്നു. പക്ഷേ ഇപ്പം വെളിയിൽ ബഹളങ്ങൾ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലും പതുക്കെ ചാഞ്ചാട്ടം തുടങ്ങും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ട്രേഡിങ്ങിൽ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്താണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങൾ. സോ ഈ സംഭവങ്ങളാണ് ട്രേഡിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. സോ അത് നമ്മൾ കാണാതെ പോകുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ് എല്ലാവർക്കും ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ആക്ട് ചെയ്താൽ, ഇപ്പം നല്ലൊരു ദിവസം മൂഡില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അല്ല ട്രേഡിങ്ങിന് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ധൃതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം പെട്ടെന്ന് പോകണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഇടയ്ക്ക് വരുമല്ലോ, അപ്പോൾ അതെല്ലാം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നാലും പിന്നെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് ബെറ്റർ. എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ചെയ്യാറില്ല, കാരണം അതങ്ങനെയാണ്. ഇത് സാധാരണ നോർമൽ ബിഗിനേഴ്സ് ട്രേഡേഴ്സിന് മനസ്സിലാകാനെ കൊണ്ട് സാധ്യത കുറവാണ്. ഇച്ചിരി അഡ്വാൻസ് ലെവലിൽ പോകുന്ന ട്രേഡേഴ്സിന് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലാവും. കുറച്ച് അഡ്വാൻസ് ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഇത് മനസ്സിലാവും. കാരണം അവർ ഡെയിലി ഇത് ചെയ്യുമ്പോൾ അവർ എഴുതിയിടും, അവർ ജേണൽ എഴുതിയിടും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്ന കാരണം കൊണ്ടാണ് എൻ്റെ ഉള്ളിൽ ഈ സംഭവങ്ങൾ, ഇന്ന കാര്യങ്ങൾ എനിക്ക് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ദിവസം നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ദിവസം എല്ലാം ലോസ് എടുത്താലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു കണ്ടിന്യൂ ഒരു എഴുതിയിടുന്നൊരു പ്രോസസ്സുണ്ട്, ഒരു ജേർണലിംഗ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എന്തുകൊണ്ട് ട്രേഡ് എടുത്തു, എന്തായിരുന്നു ഫീലിംഗ്, എന്തായിരുന്നു ട്രേഡ് എടുക്കുമ്പോൾ അന്നത്തെ ദിവസത്തെയുള്ള കണ്ടീഷൻ, ഇതെല്ലാം നമ്മൾ എഴുതിയിടും. സോ എന്നിട്ട് വീക്കെൻഡിൽ നമ്മൾ അനലൈസ് ചെയ്യും. 20 ട്രേഡ് ആകുമ്പോൾ അനലൈസ് ചെയ്യും. അതിനകത്ത് നിന്ന് മിസ്റ്റേക്കുകൾ നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് തിരുത്താനുള്ള മിസ്റ്റേക്കുകൾ എഴുതിയിടും. എന്നിട്ട് അത് തിരുത്തും, ഓരോന്നോരോന്ന് തിരുത്തും, ഒരാഴ്ച ഓരോന്ന് വെച്ചിട്ട്, എല്ലാം കൂടെ ഒരുമിച്ചല്ല. അതാണ് നമ്മൾ ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് മിസ്റ്റേക്കുകൾ ഒഴിവാക്കിയാണ് നമ്മളൊരു ബെറ്റർ ട്രേഡർ ആകുന്നത്.
സോ അതിനാണ് സമയം എടുക്കുന്നത്. സോ അങ്ങനെ നമ്മൾ എഴുതിയിട്ടാണ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ സാധനങ്ങളിലൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, എനിക്ക് ആദ്യമേ ഇതൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഇതെല്ലാം കുറച്ച് കാണാൻ തുടങ്ങി. അപ്പം മനസ്സിലായി തുടങ്ങി കാര്യങ്ങൾ. അങ്ങനെ സൈക്കോളജി ഡെവലപ്പ് ആകുന്നത് അങ്ങനെയാണ്. സോ ഒരു ബൈ ട്രിഗർ ആകുവാണ്. 2 മിനിറ്റിലായിട്ടുണ്ട്. ഹൈ 70 ഇല്ല. ഈ കണ്ടിന്യൂസ് കോളുകൾ വരുന്നുണ്ട്. ഓണത്തിന് ചെല്ലാനാണ്, പരിപാടികളാണ്. സോറി കേട്ടു. സോ ഒരു മിനിറ്റ്, ആരോ വിളിക്കുന്നത്. എനിക്ക് ഇന്നത്തെ ദിവസം ഹരിപ്പാട്ട് വരെ പോകേണ്ടതായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ ആകപ്പാടെ ഫുള്ള് നമ്മൾ ബിസിയിലാണ് ഇന്നിരിക്കുന്നത്. ലോ 66, 73, ഇത് 75. ഓക്കെ, ട്രിഗറായിട്ടുണ്ട്. നമ്മൾ ചെറിയ റിസ്കിൽ എൻട്രി എടുക്കുകയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലോ ഓഫ് എ ക്യാൻഡിൽ ഈസ് ലോ 64, 74, 10 സെൻറ്റേഴ്സ്. ട്രിഗറായിട്ടുണ്ട്. 75-ലാണ് ട്രിഗർ ആയിരിക്കുന്നത്. $65, 10 സെൻറ്റേഴ്സ്. ഇതൊക്കെ ഞാൻ ഒരു ബാറിൻ്റെ ലോ, 2 മിനിറ്റ് ബാറിൻ്റെ ലോ ട്രയൽ ചെയ്യുവാണ്. അതിന് ലോ ഇടിയുവാണെങ്കിൽ നമ്മൾ ഔട്ട് ആവുന്നതാണ്. 77, 85 നമ്മൾ 1 to 1 ആയിരിക്കും. അത് ഡെയിലി റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് ഞാൻ അത്ര ട്രയൽ പെട്ടെന്ന് തന്നെ ചെറിയ ഫോളോ ത്രൂവിൽ തന്നെ ഞാൻ റിസ്ക് കുറച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് വെറും 2 സെൻറ്റ് റിസ്ക് വെച്ചിട്ട് ആയിരിക്കുന്നത്. ഡെയിലി റെസിസ്റ്റൻസിലേക്കാണ് പോകുന്നത്. ഞാൻ ബ്രേക്ക് ഇവനിൽ പോവാണ്. 75, 74ലാണ്. 74, 1 സെൻറ്റ്, 1 സെൻറ്റിൻ്റെ സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട് മാർക്കറ്റിന്. സോറി 85 നമുക്ക് 80 ആയിട്ടുണ്ട്. 85 നമ്മുടെ 1 to 1 ആണ്. ബ്രേക്ക് ഈവൻ. ഓക്കെ, നമുക്ക് ആ ട്രേഡ് ബ്രേക്ക് ഈവൻ ആണ്. ലോസും ഇല്ല, പ്രോഫിറ്റും ഇല്ല. സോ അത് ഞാൻ അത്ര ടൈറ്റായിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് ഡെയിലി റെസിസ്റ്റൻസ് വരുന്നതുകൊണ്ടാണ്. 5 മിനിറ്റ് 8 ML നമ്മുടെ വൈസിറ്റപ്പ് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പോൾ കൂടെ ചോദിക്കാം, പോവാം സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ 2 ട്രേഡായി. നമ്മൾ ഇന്ന് 2 ട്രേഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ട്രേഡേ ഉള്ളൂ. എനിക്കിന്ന് ഹരിപ്പാട് വരെ പോകണം. നമ്മുടെ ബന്ധുക്കളെ കുറച്ച് പേര് അവിടെ ഉണ്ട്, അവരെ ഒന്ന് പിക്ക് ചെയ്തുകൊണ്ട് വരണം. സോ ബെറ്റർ ഞാൻ ഇന്ന് ട്രേഡ് നിർത്തുവാണ്. കാരണം പറഞ്ഞ പോലെ ഓണാഘോഷവും കാര്യങ്ങളൊക്കെ വെളിയിൽ നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഹരിപ്പാട് പോകണം. അപ്പോൾ എനിക്കൊരു നമുക്കൊരു കാം ക്വയറ്റായിട്ട് ഇതുവരെയായിട്ട് നമ്മൾ ആയിട്ടില്ല നമ്മുടെ പഴയ സൈക്കോളജിയിലേക്ക്. സോ ഞാനിന്ന് അപ്പം ആ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുവാണ്. സമയം US ടൈം 10:12, നമ്മുടെ നാട്ടിൽ 7:42. സോ ട്രേഡിങ് ഇന്നത്തെ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പം ഇത് പ്രോഫിറ്റ്
124 നമുക്ക് ഇന്നത്തെ ദിവസം രണ്ടാമത്തേത് നമുക്ക് ബ്രേക്ക് ഈവനാണ്. ആദ്യത്തേത് MS പ്രോഫിറ്റ് അടിച്ചു, രണ്ടാമത്തേന് നമുക്ക് ബ്രേക്ക് ഈവനാണ്. സോ ഇന്നത്തെ ട്രേഡ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമ്മുടെ 11ാമത്തെ ദിവസം പ്രോഫിറ്റ്. ആൻഡ് സീ ടുമോറോ. ബൈ ബൈ.